മെറിനോ എനിക്ക് തോന്നുന്നു അവരൊരു പക്ഷേ എപ്പോഴും നമ്മൾ ലാമിനേറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലൊരു ബേസ് മെറ്റീരിയൽ പ്ലൈവുഡ്, അതുപോലെ MDF, HDF അതുപോലുള്ള ബോർഡുകളാണ്. അങ്ങനെ അവരിറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡ് മെറ്റീരിയലാണ് അവർ കൊണ്ടുവന്ന ഫസ്റ്റത്തെ അവരുടെ ഫാബ് വുഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നല്ല കുറച്ചായി ഇറങ്ങിയിട്ട്, നമ്മൾ പറയാൻ വെച്ചാൽ ലേറ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി അതങ്ങനെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫാബ് വുഡ്. അതിലവർ ബേസിക്കായിട്ട് ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഈ പറഞ്ഞ പോലെ ചിപ്പ് ബോർഡ് തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പാർട്ടിക്കിൾ ബോർഡ് നോർമലി പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, ചറവറയിടും, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഫിനൈൽ ഫോമാൽഡിഹൈഡ് ആഡ് ചെയ്യും. ഫിനൈൽ ഫോമാൽഡിഹൈഡ് ആഡ് ചെയ്തിട്ട് പ്രസ്സിങ് മെഷീനിലിട്ട് പ്രസ് ചെയ്തെടുക്കല നോർമലി ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്, നമ്മുടെ വെർട്ടിക്കൽ പ്രസ്സും ഹൊറിസോണ്ടൽ പ്രസ്സും, അതായത് പ്ലൈവുഡിൽ നമ്മൾ ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്രസ് ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ പ്രസ് കൃത്യമായിട്ട്, അതായത് എടുത്ത് ചിപ്പ് ബോർഡുകൾ കൃത്യമായിട്ട് എടുത്ത് വെച്ച് പിൻ ചെയ്ത് ഇവർ പ്രസ് ചെയ്യും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ല, ക്വാളിറ്റിയായി. ഇപ്പോൾ നോർമലി ഒരെണ്ണയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഗ്യാപ്പുകൾ നമുക്ക് മെഷേർഡ് അല്ല. സ്വാഭാവികമായിട്ടും മെഷേർഡ് അല്ല. കാര്യം എന്താണ്, ഒരു ഇത് ലെവലും ഇല്ലാതെ ഒന്ന് അതിൻ്റെ മുകളിലിട്ട് അതിനെ ഞെക്കിയെടുക്കുക. അതിനകത്ത് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടോ? ഇല്ല. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അവരാ ഇട്ടതിന് പിൻ ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ ലെയർ ക്രമീകരിച്ചതിന് ശേഷം ഇടുമ്പോഴത്തേക്ക് എന്തായി, ലെയർ ഗ്യാപ്പിനെ, കോർ ഗ്യാപ്പിനെ കുറിച്ച് അവർ കൃത്യമായി ബോധവാന്മാർ, എത്രമാത്രം ലെയർ ഗ്യാപ്പ് വരാം എന്നതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ഇതായിരുന്നു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റിയിൽ അത് ശരിക്കും പ്രതിഫലിക്കും. ഡെൻസിറ്റി മെറ്റീരിയലിൽ പ്രതിഫലിക്കും. അതിൽ ഫാബുഡിൽ തന്നെ അവരിറക്കിയ രണ്ടാമത്തെ പ്രൊഡക്റ്റ്, ഇപ്പോൾ നോർമലി അതിനകത്ത് ഉള്ള ഗുണദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റാണ് 65 രൂപയുള്ളൂ സ്ക്വയർ ഫീറ്റ്. ടൈം ലാഭം. ലാമിനേറ്റഡ് ഷീറ്റാണോ അതോ നോർമൽ റോ ഫിനിഷ് ഷീറ്റിന് 65 കേട്ടോ, സോറി 75 രൂപ. അപ്പോൾ 75 രൂപയ്ക്ക് MDF പോലും കിട്ടുകയെന്ന് കരുതിക്കോളെ. MDFിൻ്റെ ഒക്കെ റേറ്റ് കൂടി 75 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടത്തില്ല. ഈ MDFിൻ്റെ ക്വാളിറ്റിയിൽ അവർ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അതിൻ്റെ വ്യത്യസ്തമാവുന്നത് അത് മെറീനോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ